അബ്ബാസ് കൂടി ചേരുന്നുണ്ട്. അബ്ബാസ്, ഖത്തറിലെ US വ്യോമതാവളത്തിൽ നിന്ന് സൈനികരോടൊക്കെ മാറാൻ അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ സൈനിക മുന്നൊരുക്കം എങ്ങനെയാണ്? ദിവ്യ, അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് ഏതാനും സൈനികരോട് മാറാനാണ് നിർദ്ദേശിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. US തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തുടനീളമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. അഥവാ ഏതാനും സൈനികരെ അൽ-ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് മാറി നിൽക്കാൻ US നിർദ്ദേശിച്ചു എന്നായിരുന്നു വാർത്തയുണ്ടായിരുന്നത്. ഇതോടാണ് ഖത്തറിന്റെ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രതികരിച്ച പ്രകാരം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ പ്രസ്താവനയിൽ, ആ വാർത്താക്കുറിപ്പിലുള്ളത്. ഒന്ന്, ഇത് ഒരു റീജിയണൽ, ഇവിടെ പ്രാദേശികമായുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ഉള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ ഏതാനും സൈനിക ഉദ്യോഗസ്ഥരോട് ഇവിടെ നിന്ന് അൽ-ഉദൈദിൽ നിന്ന് മാറാനുള്ള നിർദ്ദേശം നൽകിയത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ രാജ്യത്തിന്റെ താമസക്കാരോടും അതുപോലെ പൗരന്മാരോടുമുള്ള സുരക്ഷയും അവരുടെ സുരക്ഷിതത്വവും അവരുടെ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കാൻ ഖത്തർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമായി പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഒഫീഷ്യൽ ചാനൽ വഴി ഈ രാജ്യത്തെ ജനങ്ങളോടും അതുപോലെ സമൂഹത്തോടും ലോകത്തോടും പ്രതികരിക്കുമെന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാര്യം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം, ഈ ന്യൂയോർക്ക് ടൈംസിന്റെ വാർത്ത വന്ന ഉടനെ തന്നെ ഇക്കാര്യത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ ഇവിടെ നിന്ന് സൈനികരോട് മാറി, അൽ-ഉദൈദ് വ്യോമതാവളത്തിലെ സൈനികരോട് മൊത്തം മാറാനുള്ള നിർദ്ദേശമുണ്ടായി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഏതാനും സൈനിക ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഈ കമ്മ്യൂണിക്കയിൽ നിന്ന്, ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അതോടുകൂടെ തന്നെ ഖത്തർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ഖത്തർ ഇക്കാര്യത്തിൽ നടക്കുന്ന മധ്യസ്ഥ നീക്കങ്ങൾ കൂടി എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ US-നും അതുപോലെ ഇറാനുമിടയിൽ, ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കുമിടയിൽ, ടെഹ്റാനും വാഷിംഗ്ടണും ഇടയിൽ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യസ്ഥ നീക്കങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങൾ, സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു മിലിറ്ററി എസ്കലേഷൻ ഉണ്ടായാൽ അത് ഗൾഫ് മേഖലയിലുള്ള US വ്യോമതാവളങ്ങളെ ആക്രമിക്കാൻ ഇടയാക്കും, കാരണമാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അൽ-ഉദൈദ് വ്യോമതാവളത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. US-ലെ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ US മിലിറ്ററി ബേസ് ആണ് അൽ-ഉദൈദ്. ഈ അൽ-ഉദൈദിൽ ഏകദേശം 10,000-ഓളം US സൈനികർ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഖത്തറിന്റെ ഇടപെടൽ വളരെ നിർണായകമാണ്. ഖത്തർ എല്ലാ കാലത്തും ആഗോളതലത്തിൽ മധ്യസ്ഥതയ്ക്ക് പേരുകേട്ട രാഷ്ട്രമാണ്. ഈ ഒരു മീഡിയേഷൻ ഡിപ്ലോമസി തന്നെയാണ് ഈ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള US-ഉം അതുപോലെ ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ ഈ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നത് ഒമാനാണ്. ഈ ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണ നൽകുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്നുണ്ടായ സംഭവ വികാസം എന്ന് പറയുന്നത്, ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രസ്താവനകൾ കൊണ്ട് ഒരു ടെൻഷൻ ഒക്കെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഖത്തർ ഈ സംഘർഷത്തെ ഇല്ലാതാക്കാനുള്ള നയതന്ത്ര മാർഗത്തിലൂടെ ഈ സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനുമായും അതുപോലെ വാഷിംഗ്ടണുമായും ഖത്തർ ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്.